അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇമ്പോർട്ടൻ്റായ പോയിന്റ്സ് മാത്രം. 18-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ബ്രിട്ടൻ്റെ 13 കോളനികളായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതിൻ്റെ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. മേഫ്ലവർ എന്ന കപ്പലിലാണ് ഇവരെത്തിയത്. ഇവരെ പറയുന്നത് തീർത്ഥാടക പിതാക്കർ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് അറിയപ്പെടുന്നു. പിന്നെ വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്ന അമേരിക്കൻ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്നത് മെർക്കൻറ്റിലിസം എന്നാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവമാണ് ബോൺസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16-നാണ്. അതായത് കപ്പലിൽ നിന്നും തേയില കടലിൽ തള്ളിയിടുന്നതാണ്. കടലിൽ തള്ളിയിട്ടാണ് ബോൺസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇനി അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജോർജ് വാഷിങ്ടൺ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ്. ഇതിൻ്റെ സ്വതന്ത്ര പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ്. മൂന്നാം അമേരിക്കൻ കോളനി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന 1776 ജൂലൈ 4-ന്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലഘുലേഖയാണ് കോമൺ സെൻസ്. ഇത് തയ്യാറാക്കിയത് തോമസ് പെയിനാണ്. 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ഒപ്പിട്ട ഉടമ്പടി അംഗീകരിച്ച് ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അതുപോലെ തന്നെ ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവമായിരുന്നു അമേരിക്കൻ വിപ്ലവം. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ഫ്രഞ്ച് വിപ്ലവം. രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ജന്മത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹ്യ അസമത്വത്തിനെതിരെയും നടന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. 1789-ലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഫ്രഞ്ച് വിപ്ലവം മുഖാന്തരമാണ്. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20-ന് നടന്നത് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിലാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്തിൽ ഫ്രാൻസിൽ ചക്രവർത്തിയായിരുന്നു ലൂയി 16-ാമൻ. ബാസ്റ്റീൽ ജയിൽ തകർത്ത സംഭവം 1789 ജൂലൈ 14 ബാസ്റ്റീൽ ജയിൽ തകർത്ത സംഭവം ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ തന്നെ ശത്രുക്കളെ കൊല്ലാനായി ഉപയോഗിച്ച ഗില്ലറ്റിനാണ്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ്. അതിൻ്റെ ഗ്രന്ഥം രചിച്ചത് റൂസോ ആയിരുന്നു. റൂസോയുടെ ജനിച്ച രാജ്യം അല്ലെങ്കിൽ ജന്മരാജ്യം സ്വിറ്റ്സർലാൻഡാണ്. അതുപോലെ തന്നെ റൂസോയുടെ ദ സോഷ്യൽ കോൺട്രാക്റ്റ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നും അറിയപ്പെടുന്നു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച യുദ്ധമാണ് ഫ്രഞ്ച് വിപ്ലവം. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന് പറഞ്ഞതും ഇതിലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രസ്താവനകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം അല്ലെങ്കിൽ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബനിൽ അംഗമാവുകയും ചെയ്തു. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വോൾട്ടയർ, പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ഇതിൻ്റെ ഒരു കോഡ് നമുക്ക് നോക്കാം. പിതാവായ വോൾട്ടയറും പ്രവാചകനായ റൂസോവും ശിശുവായ നെപ്പോളിയനെ പരിചരിച്ചു. പിതാവായ വോൾട്ടയറും പ്രവാചകനായ റൂസോവും ശിശുവായ നെപ്പോളിയനെ പരിചയിച്ചു. അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. നെക്സ്റ്റ് റഷ്യൻ വിപ്ലവം. 1917 സോഷ്യലിസം എന്ന ആശയം വ്യാപിപ്പിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഇത് 20-ാം നൂറ്റാണ്ടിലാണ് നടന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്നറിയപ്പെടുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ വർക്കേഴ്സ് പാർട്ടി രണ്ടായി തിരിച്ചു. ഒന്ന് മെൻഷെവിക്കുകൾ, അതായത് ന്യൂനപക്ഷക്കാരും, ബോൾഷെവിക്കുകൾ, അതായത് ഭൂരിപക്ഷക്കാരുമായിട്ട് രണ്ടായി പിരിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായി നടന്ന മറ്റൊരു വിപ്ലവമാണ് ബോൾഷെവിക് വിപ്ലവം. അതായത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി മറ്റൊരു വിപ്ലവം നടന്നു. അതാണ് ബോൾഷെവിക് വിപ്ലവം, അതായത് ഭൂരിപക്ഷക്കാരുടെ വിപ്ലവം. ഇതിന് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ് ഇതിന് നേതൃത്വം
നൽകിയത്. നെക്സ്റ്റ് നടന്നാണ് മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അലക്സാണ്ടർ കെറൻസി. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അലക്സാണ്ടർ കെറൻസി. അതായത് റഷ്യൻ ചക്രവർത്തിയായ നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് മെൻഷെവിക് പാർട്ടി നേതാവായ അലക്സാണ്ടർ കെറൻസിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ഈ സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1917 നവംബറിൽ ബോൾഷെവിക്കുകൾ, അത് ഭൂരിപക്ഷക്കാർ മെൻഷെവിക്കുകൾക്കെതിരെ, അതായത് ന്യൂനപക്ഷക്കാർക്കെതിരെ നടന്ന സായുധ കലാപമാണ് ഒക്ടോബർ വിപ്ലവം അറിയപ്പെടുന്നത്. അപ്പോൾ ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്ന 1917 നവംബറിലാണ്. അതുപോലെ തന്നെ ഈ റഷ്യയിൽ രൂപം കൊണ്ട ഈ വിപ്ലവങ്ങളുടെ ഫലമായി റഷ്യയിൽ രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ. വിപ്ലവങ്ങളുടെ ഫലമായി റഷ്യയിൽ രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സഹായിച്ച വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഈ റഷ്യൻ വിപ്ലവത്തെ അധികാരമാക്കി സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പോട്ടോംകീൻ. അതുകൊണ്ട് തന്നെ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ഭൂമി, ആഹാരം, സമാധാനമാണ് മുഖ്യ മുദ്രാവാക്യം. അതിനു പുറമെ കൃഷിഭൂമി കർഷകർക്ക് ഭക്ഷണം, പാവങ്ങൾക്ക് അധികാരം, തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം, എല്ലാവർക്കും എന്നതും മറ്റ് മുദ്രാവാക്യങ്ങളാണ്. ഈ സമയത്ത് റഷ്യൻ വിപ്ലവ സമയത്താണ് സർ ചക്രവർത്തിയാണ് നിക്കോളസ് രണ്ടാമൻ തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്ന റാസ്പുടിൻ, അതുപോലെ ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്നത് VK കൃഷ്ണ മേനോനാണ്. 1922 സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത്. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR. നെക്സ്റ്റ് ചൈനീസ് വിപ്ലവം 1911, അതായത് സൺ യാറ്റ് സെന്നിൻ്റെ 1911 സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ഇത് ഒരു റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ചു. അതായത് ചൈനയിലെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. ഒരു റിപ്പബ്ലിക് ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധമാണ് ചൈനീസ് വിപ്ലവം. ബോക്സർ കലാപം നടന്നത് 1900-ലാണ്. നടന്ന രാജ്യം ചൈനയിലാണ്. കുമിന്താങ് പാർട്ടി സ്ഥാപകനാണ് സൺ യാറ്റ്സെൻ. അപ്പോൾ കറുപ്പ് യുദ്ധം നടന്നത് ബ്രിട്ടനും ചൈനയും. ബോക്സർ കലാപം നടന്ന രാജ്യം ചൈനയാണ്. കറുപ്പ് യുദ്ധം നടന്ന ബ്രിട്ടനും ചൈനയുമാണ്. അതേപോലെ തന്നെ തുറന്ന വാതിൽ നയം ചൈനീസ് വിപ്ലവമാണ്. ജോൺ ഹേയാണ് പ്രഖ്യാപിച്ചത്. ഈ നയം പ്രഖ്യാപിച്ചത് ജോൺ ഹേ. തുറന്ന വാതിൽ നയം, ചൈനീസ് വിപ്ലവം. 1934 ലോങ് മാർച്ച് സംഘടിപ്പിച്ച വ്യക്തിയാണ് മാവോ സേതുങ്. അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവും ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റുമാണ് മാവോ സേതുങ്. 1949 ചൈനയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത്. ഈ ചൈന മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷമാണ് 1949 ഒക്ടോബർ 1. ജനകീയ ചൈന റിപ്പബ്ലിക്കായത് 1949 ഒക്ടോബർ 1. നെക്സ്റ്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688 രക്തരഹിത വിപ്ലവം എന്നും അറിയപ്പെടുന്നു. മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നു. 1688 ഇംഗ്ലണ്ടിലാണ് നടന്നത്. ഇത് നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജെയിംസ് സെക്കൻഡ് അല്ലെങ്കിൽ സ്റ്റുവർട്ട് വംശം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് പറഞ്ഞാൽ തുറന്ന വാതിൽ നയം ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ തുറന്നതാരാ? ചൈനക്കാർ. രക്തം ചിന്തിയതാരാ? ഇംഗ്ലണ്ട്. രക്തം ചിന്തിച്ചതാരാ? ഇംഗ്ലണ്ടിൻ്റെയാണ്. അപ്പോൾ തുറന്ന വാതിൽ ചൈനയും രക്തം ചിന്തിച്ചതാരാ? ഇംഗ്ലണ്ടുകാരുടെയും. പിന്നെ ഒക്ടോബർ വിപ്ലവം റഷ്യൻ. ഒക്ടോബർ വിപ്ലവം ഏതിലാണെന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏതാ? ഫ്രഞ്ച് വിപ്ലവം. അതുപോലെ തന്നെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ വന്നത് ഏതാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒന്നാണ് പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന് പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവമാണ്. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന് പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഇനി ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് പറഞ്ഞ ലൂയി 14. എനിക്ക് ശേഷം പ്രളയം ലൂയി 15.
ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16. അപ്പം ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം ലൂയി 14. എനിക്ക് ശേഷം പ്രളയം 15. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ എന്നാണ് ലൂയി 16.